അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, മറ്റു ശ്രോതാക്കളെ, എന്തായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിറവിക്ക് കാരണം? നമുക്കറിയാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. ശേഷം 800 വർഷത്തോളം അല്ലലേതുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി മുസ്ലിം സമൂഹം ഈ കേരളത്തിൽ ജീവിച്ചു വന്നു. ആയിടക്കാണ് ഹജ്ജ് തീർത്ഥാടകരെ പോലും കടലിന്റെ ആഴയിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പര്യായമായ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങുന്നത്. ശേഷം പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങളെ അഗ്നിക്കിരയാക്കിയപ്പോൾ, മസ്ജിദുകൾ തകർത്തപ്പോൾ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോൾ, പോർച്ചുഗീസുകാർക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷുകാരന്റെ ചീഞ്ഞു നാർന്ന പതാക ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളോടെല്ലാം മുസ്ലിങ്ങൾക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മാലമൗലിദുകളെ പരിഹസിച്ചുകൊണ്ട്, പരമ്പരക്ക് തള്ളി പറഞ്ഞുകൊണ്ട്, ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്, സ്വാതന്ത്ര്യ സമര സാമാനിച്ച മുറിപ്പാട്ടുകളിൽ മുളകുപിടി വിതറിക്കൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ബിദഅത്തുകാർ കേരളത്തിലേക്ക് വരുന്നത്. ബിദഅത്തുകാർ കേരളത്തിൽ അവരുടെ ആശയപ്രചങ്ങൾ നടത്തുമ്പോൾ ബിദഅത്തിനെ പിടിച്ചു കെട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാത്വികരായ പണ്ഡിതരാൽ 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ബിദഅത്തിനെ പിടിച്ചു കെട്ടുന്നതിലും ബിദഅത്തിനെ പ്രതിരോധിക്കുന്നതിലും സമസ്ത വിജയിക്കുക തന്നെ ചെയ്തു. ബിദഅത്തുകാരുടെയും കള്ളത്തൊരീക്കത്തുകാരുടെയും വലയിൽപ്പെടാതെ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സമസ്ത ഈ ഉമ്മത്തിനെ ചേർത്ത് നിർത്തി. 1951 സമസ്തയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വർഷമായിരുന്നു. ഈ വർഷത്തിൽ തന്നെയായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതും. 10,000-ൽ പരം മദ്രസകളിൽ 1,00,000-ഓളം അധ്യാപകർക്ക് കീഴിൽ 10,00,000-ൽ പരം വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന സുന്ദരമായ സംവിധാനം. മതപഠനത്തിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ ഉമ്മത്തിന്റെ എല്ലാ ആവശ്യത്തിലും സമസ്ത വ്യക്തമായ ദിശാബോധം ഈ ഉമ്മത്തിന് നൽകി. മുസ്ലിം ഉമ്മത്ത് എപ്പോഴൊക്കെ വെല്ലുവിളികൾ ഏറ്റിട്ടും അപ്പോഴൊക്കെ സമസ്ത മുന്നിൽ നിന്ന് പ്രതിരോധം തീർത്തു. 1980-കളിൽ നടിക്കുന്ന ഓർമ്മകൾ അപ്പവും മരുന്നും നൽകി, പണച്ചാക്കും മരിച്ചാക്കും നൽകി ക്രിസ്ത്യൻ മിഷനറിമാർ മലപ്പുറം ജില്ലയിലെ ഏതാനും മുസ്ലിം കുടുംബങ്ങളെ മതം മാറ്റിയപ്പോൾ സമസ്തയുടെ നായകനായ ശൈഖുനാ ശംസുൽ ഉലമ പാതിരിമാരെ നിർത്തിയ ആ പ്രഭാഷണം അങ്ങ് വത്തിക്കാനിയെ പോലും പിടിച്ചുകുലുക്കി. 2018-ൽ ഭീതി നിറഞ്ഞ ദിനങ്ങൾ. പൗരത്വ ബില്ല് നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ ഈ ഉമ്മത്തിന്റെ മനസ്സ് മേഘാവൃതമായ ആകാശം പോലെയായി. ഞങ്ങൾ കുടിയിറക്കപ്പെടുമോ? ഞങ്ങളുടെ വീടും നാട്ടും നഷ്ടപ്പെടുമോ? ഇനി എന്ത് എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് സമസ്തയുടെ നായകനായ സയ്യിദുനാ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദും ഈ ഉമ്മത്തിനെ കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് വിളിക്കുന്നത്. വിളികാട്ട് ഒഴുകിയെത്തിയ പരിഹാസങ്ങളോട് സയ്യിദുൽ ഉലമ പറഞ്ഞു, നിങ്ങളെ ആരും കുടിയിറക്കില്ല, നിങ്ങളെ ഒരാളും കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. ഈ വാക്കുകൾ തെല്ലുമില്ല ആ മുസ്ലിം സമൂഹത്തിന് ആശ്വാസം പകർന്നു. ഇന്ന് സമസ്ത വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. സുന്നി അഫ്കാറും സത്യധാരയും അൽമുഅല്ലിമും ആദർശ പ്രചരണങ്ങൾ നടത്തുമ്പോൾ SKSBV പ്രവർത്തനാഗോതിൽ സജീവമാണ്. വഴിപിഴച്ചവർക്ക് വഴികാട്ടാനായി വിളക്കുമാടവുമായി ദാവാവിങ്ങും. കഴിഞ്ഞ കാലത്ത് എവിടെ വെച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായി ട്രെൻഡും വിദ്യാഭ്യാസ രംഗത്ത് കളനിറഞ്ഞിരിക്കുകയാണ്. കാലാവർഷം പേമാരിയായി പെയ്തിറങ്ങിയപ്പോൾ, കാലാവർഷം കണ്ണീർ മഴയായി പെയ്തിറങ്ങിയപ്പോൾ, കൊറോണ മഹാമാരിയിൽ ലോകം വാണപ്പോഴും ഹേമലയും വിക്കായ ഇന്ന നീലപ്പടയും ചെയ്തു തീർച്ച സേവനങ്ങൾ ആർക്കാണ് എന്നിട്ട് തിട്ടപ്പെടുത്താൻ കഴിയുക? എത്ര പറഞ്ഞാലും തീരാത്ത മഹത്വങ്ങളാണ് സമസ്ത കൈവരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമസ്ത 100-ാം വർഷമാകുമ്പോൾ ഒരു കുറിച്ചരിത്രം കുറിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്സീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.